ഇന്ന് നല്ലൊരു മീൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. നല്ല കുറുകിയിരിക്കുന്ന ഒരു മീൻ കറിയായിരിക്കും. ഇതേപോലെ ചെയ്ത് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും തയ്യാറാക്കി നോക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് 2 മീഡിയം സൈസിൽ സവാളയും ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത്. 1 കിലോ ചൂരയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇനി നമ്മളിത് ചെറിയ ജാറിനകത്തോട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്തിട്ടൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. ഒരു പേസ്റ്റ് പരുവത്തിൽ ഇതേപോലെ ആക്കിയെടുക്കുക. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ഉലുവയൊന്ന് പൊട്ടിച്ചെടുക്കുക. ഉലുവയൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് അരച്ച് വെച്ചേക്കുന്ന പേസ്റ്റ് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറി വരണം. അന്നേരം ഈ സമയത്ത് നമുക്ക് കുറച്ചുകൂടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അല്ലെങ്കിൽ ചതച്ചത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. അന്നേരം ഞാൻ പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി കുറച്ച് കറിവേപ്പില ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം കുറച്ചുകൂടെ പച്ചമുളകും കൂടി ഇതിനകത്ത് ഒരു 4-5 പച്ചമുളകും കൂടി ഇതിനകത്ത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് എണ്ണ തെളിയുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇനി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡർ സാധാരണ മുളക് പൊടിയും രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഞാൻ 5 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ആക്കിയെടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ തെളിയുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ഈ സമയം നിങ്ങൾക്കിത് എണ്ണ തെളിഞ്ഞതിന് ശേഷം ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഏത് കറിക്കും ഈ ഗ്രേവി എടുക്കാവുന്നതാണ് കേട്ടോ. അങ്ങനെയും ചെയ്യാവുന്നതാണ്. ഇനി ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള പുളിയും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളയ്ക്കുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മളിതിനകത്ത് കണ്ട ചൂര ഇതേപോലെ തലയും മുള്ളും മാംസവും എല്ലാം ഒക്കെ ഇതിനകത്ത് തിളയ്ക്കുമ്പോഴത്തേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോഴത്തേക്ക് പിന്നെ നമ്മൾ അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലും പിന്നെ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് കറി ഒന്ന് കുറുക്കിയെടുക്കുക. കണ്ട കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിലിരുന്ന് നന്നായിട്ടൊന്ന് കുറുകി വരും. അതായത് ഇത്രത്തോടെ ഉള്ളൂ കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ചെയ്തിട്ടില്ലാത്തവർ. ഇത് തണുത്തൊക്കെ വരുമ്പോഴത്തേക്കായിരിക്കും നല്ല സെറ്റാകുന്നത്. ഒരു 2 മണിക്കൂറെങ്കിലും വെച്ചേക്കണം. എരിവും പുളിയൊക്കെ നന്നായിട്ട് ഈ ചൂരയ്ക്കകത്തോട്ട് പിടിക്കുമ്പോഴായിരിക്കും നല്ല ടേസ്റ്റ് ആകുന്നത് കേട്ടോ. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചൂരക്കറി കൂട്ടാം. ഇത് കപ്പയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും പുട്ടിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും.